ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ IBSA ടയർ 2 എക്സാംസിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലേ? ഓൾറെഡി ടയർ 1 ക്വാളിഫൈ ചെയ്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടയർ 2ന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ടയർ 2 എക്സാംസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ടയർ 2ന്റെ എക്സാംസ് ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അതിനകത്ത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ എക്സാം സെന്റർ മറ്റു ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ടായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് നോക്കുക. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഫെബ്രുവരി 22 ആണല്ലേ നിലവിലെ ഡേറ്റ് വന്നിരിക്കുന്നത്. ഫെബ്രുവരി 22 ആണ് നിലവിലെ എക്സാം ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാലോ യൂസറെ വെച്ച് ലോഗിൻ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ പ്രൊഫൈൽ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വരുന്ന പ്രധാനപ്പെട്ട ഒരു സംശയം, ഇനി ആകെ 10 ദിവസം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, എക്സാംസിനായിട്ട് വരുന്നുള്ളൂ അല്ലെ? ആകെ 10 ദിവസമാണ് ഈ വരാൻ പോകുന്ന എക്സാമുകൾക്കായിട്ട് നമുക്ക് വരുന്നത്. അപ്പൊ ഈ ലാസ്റ്റ് റൗണ്ടിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഡൗട്ട് പ്രധാനമായിട്ടും എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്രാഷ് കോഴ്സ് ബേസ് ചെയ്തുള്ള ഒരു എക്സാം ഫോക്കസ് ഒരു ബാച്ചും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുന്നതായിരിക്കാം. അപ്പൊ അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ലാസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ഇനി ഫോക്കസ് കൊടുക്കേണ്ടത് ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ടൈം മാനേജ്മെന്റ് ആണ് അല്ലെ? ടൈം മാനേജ്മെന്റിന് നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് കൊടുക്കണം. കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ ഈ പറയുന്ന പോലെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോ സെന്റൻസും എഴുതാൻ എടുക്കുന്ന ടൈം എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് കൊടുക്കേണ്ട അല്ലെ? സിമ്പിൾ സെന്റൻസുകൾ മാക്സിമം സ്പീഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പോവുക. പക്ഷേ ലോങ് സെന്റൻസ് വരുമ്പോഴും അതുപോലെ കോംപ്ലക്സ് സെന്റൻസ് വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ കമ്പൈൻഡ് സെന്റൻസ്, കൺജക്ഷൻസ് യൂസ് ചെയ്ത സെന്റൻസും എല്ലാം വരുമ്പോഴത്തേക്ക്, അങ്ങനെ കണക്റ്റഡ് സെന്റൻസും എല്ലാം വരുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നതല്ല നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത്. കാരണം ഓഫ് കോഴ്സ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്ന അറ്റംപ്റ്റിൽ എല്ലാ സെന്റൻസ് കറക്റ്റ് ആവണമെന്നില്ല. സോ ലോങ് സെന്റൻസ് അല്ലെങ്കിൽ കോംപ്ലക്സ് സെന്റൻസ് വരുന്ന ടൈമിൽ ആ ഒരു സെന്റൻസ് എഴുതിയതിന് ശേഷം, നിങ്ങൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആൻഡ് എഴുതിയതിന് ശേഷം അതിലെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന ടൈം അല്ലെ? ഫസ്റ്റ് റീഡിംഗിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം, ആ ടൈമും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു സെന്റൻസ് എഴുതാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ, കോംപ്ലക്സ് സെന്റൻസിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, റെഡിയാക്കുക. അതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നല്ലേ. പിന്നെ സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വൊക്കാബുലറി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? വൊക്കാബുലറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇനി അങ്ങോട്ട് ഈ വൊക്കാബുലറിക്ക് പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും നല്ലോണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ എഡിറ്റോറിയൽസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള, അല്ലെ? എഡിറ്റോറിയൽസ് പ്രാക്ടീസ് ചെയ്യുക. കാരണം എഡിറ്റോറിയൽസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്പ്രഷൻസും അല്ലെ, ഇംഗ്ലീഷിലെ പല എക്സ്പ്രഷൻസും കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂ വൊക്കാബുലറി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലാസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? ഇനി അങ്ങോട്ട് നിങ്ങൾ ജനറൽ പാസേജ് പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ജനറൽ പാസേജ് ചെയ്യേണ്ടെന്നല്ല, എഡിറ്റോറിയൽസിനും എന്ത് ചെയ്യുക, നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. എഡിറ്റോറിയൽസിന് നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. എഡിറ്റോറിയൽസ് എടുക്കുമ്പോൾ കറന്റ് റെലവന്റ് ആയിട്ടുള്ള കറന്റ് അഫേഴ്സ് റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, കറന്റ് അഫേഴ്സ് റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനത്തെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പാസേജ് ഒക്കെ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വരുന്ന എക്കണോമിക് സർവേ അല്ലേ? നമുക്കിപ്പോൾ വന്ന എക്കണോമിക് സർവേ എന്താണ്, ഈ പറയുന്ന പോലെ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് വന്ന യൂണിയൻ ബഡ്ജറ്റ്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫോറിൻ റിലേഷൻസ് അല്ലെ, യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസ്, യൂറോപ്യൻ യൂണിയൻ ട്രേഡ് റിലേഷൻസ്, നമ്മുടെ FTA ഒക്കെ ഉണ്ടല്ലോ, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന കറന്റ് റെലവന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ, നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാനൊക്കില്ല, എങ്കിൽ പോലും റീസെന്റ് ആയിട്ട് ന്യൂസ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, എസ്പെഷ്യലി ഇന്ത്യൻ ബേസിലൊക്കെ നോക്കുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് ഫാക്ട്സ് ഒക്കെ എന്ത് ചെയ്യുക, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എഡിറ്റോറിയൽസ് വായിക്കാനും പഠിക്കാനുമായിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പാസേജ് പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിട്ടുന്ന മാക്സിമം ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, പാസേജസ് വെച്ച് ടൈം ഓറിയന്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, ടൈം മാനേജ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെ? അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ അവസാനത്തെ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ട ഒരു ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു 10 day ക്രാഷ് കോഴ്സ് ആണ്. ഓക്കെ, ഒരു 10 days ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ IBയുടെ ടയർ 2ന്റെ റെഗുലർ ബാച്ചിൽ ക്ലാസ്സസ് ഓൺഗോയിങ് ആണ്. അത് നമുക്ക് ഓൾറെഡി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഇതുവരെ നിങ്ങൾ ബാച്ചസ് ഒന്നും ജോയിൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ ലാസ്റ്റ് റൗണ്ടിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ക്രാഷ് കോഴ്സ് ആണ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന 10 ദിവസങ്ങളിൽ നിങ്ങളെ മാക്സിമം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആക്കുക, റെഡി ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചാൽ, ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് PYQ പ്രാക്ടീസ് ഉണ്ടായിരിക്കും. ഇതുവരെ നടന്നിട്ടുള്ളതും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നതുമായിട്ടുള്ള ലൈവ് ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം അല്ലെ? നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ AZB അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് റെഗുലർലി എന്ത് ചെയ്യാനും പറ്റും, ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള ക്ലാസ്സും ഇനി അങ്ങോട്ടുള്ള ലൈവ് ക്ലാസ് നിങ്ങൾക്ക് എന്തായിരിക്കും, ആക്സസിബിൾ ആയിരിക്കും. അതുകൊണ്ട് ആ ടെൻഷൻ ഒന്നും വേണ്ട. ഒരുപാട് ക്ലാസ്സുകൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് സബ്ജക്ട് ഓറിയന്റഡും ജനറൽ
ജനറൽ പാസേഴ്സും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കറന്റ് അഫേഴ്സ് റിലേറ്റഡ് പാസേഴ്സും എല്ലാം അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ PYQ പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ PYQs ഇന്ന് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരുപാട് PYQs പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമുക്ക് ക്രാഷ് ബാച്ച് ആയതുകൊണ്ട് വാല്യുവേഷൻ ഉണ്ടായിരിക്കില്ല. റെഗുലറിൽ നമുക്ക് വാല്യുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ക്രാഷ് ബാച്ച് ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് 10 days ആയതുകൊണ്ട് നമ്മൾ മാക്സിമം പാസേഴ്സ് PYQs നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാം. ലാസ്റ്റ് റൗണ്ട് ക്രാഷ് ആയതുകൊണ്ട് വാല്യുവേഷൻ ഉണ്ടാവില്ല, ബട്ട് ദർ വിൽ ബി റെഗുലർ പ്രാക്ടീസ് സെക്ഷൻസ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ അവസരവും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ലാസ്റ്റ് മിനിറ്റ് ഓറിയന്റേഷനും ലാസ്റ്റ് റൗണ്ടിൽ ഒരു പ്രാക്ടീസും എല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് ക്രാഷ് ബാച്ച് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു ബാച്ച് ആണ് നമ്മുടെ ഒരു IB Tier 2 ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. സോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ആ കൺഫ്യൂഷൻ വെച്ചുകൊണ്ടിരിക്കാനുള്ള ടൈം അല്ല. എത്രയും വേഗം അഡ്മിഷൻസ് എടുത്തിട്ട് നിങ്ങളുടെ ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷൻസ് നല്ല അടിപൊളിയായിട്ട് കണ്ടക്ട് ചെയ്യേണ്ട ടൈമാണ്. ഓക്കെ, സോ ഈ 10 ദിവസം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ മിറാക്കിൾ നടക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഓൺഗോയിങ് പ്രിപ്പറേഷൻ നല്ല കണ്ടക്ട് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം പ്രാക്ടീസ് ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് ടൈം കളയരുത്. ഇതുവരെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി കളയാനായിട്ട് നമുക്ക് സമയമില്ല. ലാസ്റ്റ് റൗണ്ട് ആണ്. എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് എടുക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നവർ അതേ രീതിയിൽ തന്നെ ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു മുടക്കവും കാര്യങ്ങളും ഒന്നും വരുത്തരുത്. സോ ലാസ്റ്റ് റൗണ്ട് ആണ്. എത്രയും പെട്ടെന്ന് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ബാക്കി എൻക്വയറീസ് അവിടെ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. ഓക്കെ, സോ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അപ്കമിംഗ് വീഡിയോസിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. സോ സീ യു ഓൾ ദ ബെസ്റ്റ്.